ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശനിയാഴ്ചയായ കാരണം മണിക്കൂട്ടന് വായിച്ചിരിക്കുന്നു ക്ലാസ്സിലില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് നേരെ വൈകിട്ടാണ് എണീറ്റത്. പിന്നെ പാല് വാങ്ങാനായിട്ട് ഇന്നലെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണിക്കൂട്ടന് 7:30 ട്യൂഷൻ. അപ്പോൾ ഞാൻ വേഗം അവന് കുളിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ ചായയൊക്കെ വെച്ചിട്ട് കട്ടൻ ചായയാണ് വെച്ചത്. അതൊക്കെ ഒന്ന് അരിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഉരുളൻകിഴങ്ങും സബോളയും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉരുളൻകിഴങ്ങൊക്കെ സബോളയൊക്കെ തൊലി കളഞ്ഞിട്ട് അത് കഴുകിയിട്ട് വേഗം അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ റേഷൻ്റെ വെള്ളരി ഇന്നലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം കഴുകിയിട്ട് അടുപ്പത്തിട്ടു. അത് പെട്ടെന്ന് വെന്ത് കിട്ടൂല, അതാണ് ഞാൻ വൈകിയത് എണീക്കാൻ. പിന്നെ ഇന്ന് അവർക്ക് പോകണ്ടല്ലോ, അപ്പോൾ ചോറൊന്നും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉരുളൻകിഴങ്ങ് സബോളയൊക്കെ അരിഞ്ഞെടുത്ത് അവന് വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തിട്ട് അവന് വിജയശേട്ടൻ ട്യൂഷന് കൊണ്ടുവന്നാക്കി കൊടുത്തു. അപ്പം അങ്ങനെ പിന്നെ തിരിച്ചു വരുമ്പോൾ ആൾ നടന്ന് വന്നോളും. അപ്പം അങ്ങനെ കൊണ്ടുവന്നാക്കി കൊടുത്തതിന് ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോഴേ ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. റേഷൻ്റെ അരിയല്ല, അപ്പം അധികം വല്ലാണ്ട് വേവിച്ചൊട്ടി കഴിഞ്ഞാൽ ഇഷ്ടമില്ല. പക്ഷെ അല്ലെങ്കിൽ ഒരുവിധം വേവായിട്ട് വാർത്ത് വെച്ചവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ വാവിച്ചിക്ക് മണിക്കൂട്ടനൊക്കെ ഇഷ്ടമാണ്. വിജയശേട്ടൻ പിന്നെ കഞ്ഞി കുടിച്ചോളും. അപ്പം അങ്ങനെ വേഗം കുറച്ച് മുതിരിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ നല്ല കൊള്ളി തന്നയച്ചത് നിങ്ങൾ എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കൊള്ളി മുതിരയും കൂടിയിട്ട് നാളികേരമൊക്കെ ചിരകിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് സബോളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വേഗം ഞാൻ മിളകിടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ചായയായി ചോറുമായി. ഇനി എനിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒന്നും ഉണ്ടാക്കണില്ല, മാഗി ഇരിക്കുന്നുണ്ട്. അപ്പോൾ വാവിച്ചി പറഞ്ഞു മണിക്കൂട്ടോ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം, അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഉണ്ടാക്കി കഴിച്ചോളൂല്ലോ. ഞാൻ ഉണ്ടാക്കി വെച്ചാൽ അത് ചൂടാറി കഴിഞ്ഞാൽ വലിയ രസമില്ലല്ലോ. അപ്പോൾ വിജയശേട്ടനാണെങ്കിൽ ഇപ്പോൾ കാലത്ത് തന്നെ ചായക്ക് പലഹാരമൊന്നും വേണ്ടാന്ന് പറയും, ആൾ കഞ്ഞി കുടിച്ചിട്ട് പൊക്കോണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ മിളകൊക്കെ മൂത്ത് വന്നപ്പോൾ ഉരുളൻകിഴങ്ങും സബോള ഇട്ട് കൊടുത്തു. ഇതിൻ്റെ റെസിപ്പി ആദ്യം ഇട്ടിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, വേപ്പിൻ്റെ ഇല ഇല്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുത്തില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഞാനിപ്പോൾ ഇടില്ല കേട്ടോ, ഒരുവിധം വെന്ത് വന്നതിന് ശേഷമാണ് ഉപ്പിടുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടച്ച് വേവിക്കാനായിട്ട് വെക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വേഗം അടച്ച് ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി വിജയശേട്ടനോടൊന്ന് നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആളതൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ മുതിരയും കൊള്ളിയും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ തീരെ വേവാത്ത കൊള്ളിയായിരുന്നു, അതാണ് ഞാൻ മുതിരയും കൊള്ളിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ വേഗം സബോളയൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും വിജയശേട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചോറാക്കാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി മൂപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സബോള മൂത്ത് വന്നപ്പോൾ ഞാൻ അതിൽ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് നാളികേരം ചിരകി ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല കട്ടൻ ചായക്കൊക്കെ നല്ല രസം ഉണ്ടാവും ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മുതിരയും കൊള്ളിയൊക്കെ ഞാൻ വെന്ത് വന്നത് അതിലിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറ്റി വന്നപ്പോൾ ഞാൻ അതിൽ പിന്നെ നാളികേരം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോഴേക്കും പിന്നെ നോക്കിയപ്പോഴേ എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോ ആയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഡിലേറ്റ് ചെയ്യാനൊക്കെ നിൽക്കണ്ടേ, നേരെ വൈകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഉള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ആക്കി ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി. നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.